ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിനോസ് ഇംഗ്ലീഷ്. ദ ഹിന്ദു ബേസ്ഡ് വൊക്കാബിൻ്റെ അടുത്ത വീഡിയോയിലിട്ട് ഞാൻ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദി ഡേ. ഇന്നത്തെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് റെക്രുഡൻസൻസ് ആണ്. റെക്രുഡെസൻസ്. ഓക്കെ, റെക്രുഡെസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യം വീണ്ടും റിവൈവ് ആവുകയാണ്. എന്നാൽ ആദ്യം ഇടയ്ക്ക് വെച്ച് നിന്നുപോയി, എന്നിട്ട് തിരിച്ചത് റീക്രിയേറ്റ് ആവണം, അല്ലെങ്കിൽ വീണ്ടും റിവൈവ് ആവുകയാണ്. പക്ഷെ അത് അത്രയ്ക്ക് നല്ലൊരു സംഭവമല്ല. ഓക്കെ, നമുക്ക് നല്ലതല്ലാത്ത എന്തെങ്കിലും സംഭവങ്ങൾ റീസർജൻസ് ആവുകയാണ്, അല്ലെങ്കിൽ തിരിച്ച് റീഅപ്പിയർ ആവണമെങ്കിൽ നമ്മൾ എന്ത് പറയും? വി വിൽ യൂസ് ദിസ് വേർഡ് recrudescence. Okay, recrudescence means recurring of some event or something which is not that good, not pleasant. Okay, so the city saw the recrudescence of the disease after years of relative calm. അപ്പോൾ ഈ ഡിസീസ് വർഷങ്ങളോട് കാമായിട്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ റിവൈവൽ കാണുന്നുണ്ട്, റെക്രുഡെസൻസ് കാണുന്നുണ്ട്. സോ ഡിസീസ് എന്ന് പറയുന്നത് നല്ല സംഭവം അല്ലല്ലോ. യെസ്, സിനോണിം എന്ന് പറഞ്ഞാൽ റിവൈവൽ, റീസർജൻസ്. ആന്റോണിം എന്ന് പറയുന്നത് ഡിസപ്പിയറൻസ് ഓർ റെസൊല്യൂഷൻ. നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് റൈഫ്. റൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം വളരെയധികം കോമൺ ആയിട്ട് സ്പ്രെഡ് ഔട്ട് ആയിട്ടുള്ള സംഭവമാണെന്ന് വിചാരിച്ചു, പക്ഷേ അത് നല്ലതല്ല. ഫോർ എക്സാമ്പിൾ, കറപ്ഷൻ ഈസ് റൈഫ് ഇൻ ആ സൊസൈറ്റി. അതിൻ്റെ അർത്ഥം എന്താണ്? കറപ്ഷൻ നമ്മുടെ സൊസൈറ്റിയിൽ റാമ്പൻറ്റ് ആണ്, അല്ലെങ്കിൽ റൈഫ് ആണെന്ന് വെച്ചാൽ സ്പ്രെഡ് ഔട്ട് ആയിട്ടുണ്ട് വളരെയധികം. പക്ഷേ കറപ്ഷൻ നമുക്ക് നല്ലതുമല്ല. യെസ്, സോ റൈഫ് മീൻസ് സംതിങ് വിച്ച് ഇസ് സ്പ്രെഡ് ഔട്ട് ഇൻ ദ സൊസൈറ്റി ഓർ ഇൻ ജനറൽ. ഓക്കെ, അത് നല്ലത്, ഡിസൈറബിൾ അല്ല, ഹാംഫുൾ ആയിട്ടുള്ള കാര്യം. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, നമ്മൾ കറപ്ഷൻ്റെ കാര്യം തന്നെയാണ് എഴുതി. കറപ്ഷൻ ഇസ് റൈഫ് ഇൻ മെനി ഏരിയാസ് ഓഫ് ഗവൺമെൻറ്. സോ ഗവൺമെൻറ്റിൻ്റെ പല ഏരിയാസിലും കറപ്ഷൻ എന്താണ്? വളരെയധികം സ്പ്രെഡ് ഔട്ട് ആണ്, വളരെയധികം വൈഡ് സ്പ്രെഡ് ആണ്. ഓക്കെ, സോ സിനോണിം എന്നുള്ള വൈഡ് സ്പ്രെഡ് ആൻഡ് പ്രിവലൻറ്റ്. ആന്റോണിം എന്നുള്ളത് സ്കെയർസ്, വളരെ കുറവ്, റെയർ ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത വേർഡ് എന്നാണ് ആബ്സ്ട്രാക്ഷൻ. ആബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സ്ട്രാക്റ്റ് റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാതെ നമ്മളെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു സംഭവത്തിനാണ് ആബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം പല പെയിൻറ്റേഴ്സ് പല രീതിയിലുള്ള പെയിൻറ്റിങ്സ് വരയ്ക്കും, അതിന് റിയാലിറ്റി ആയിട്ട് ബന്ധം കാണില്ല. അതിനാണ് ആബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സംതിങ് വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു റിയാലിറ്റി. സോ ഇവിടെ യൂസേജ് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് പെയിൻറ്റിംഗ് വാസ് ആൻ ആബ്സ്ട്രാക്ഷൻ ഓഫ് നേച്ചർ റാദർ ദാൻ എ റിയലിസ്റ്റിക് ഡിപ്പിക്ഷൻ. സോ നേച്ചറിൻ്റെ ഒരു ആബ്സ്ട്രാക്ഷൻ ആയിരുന്നു, അയാൾ ഐഡിയ ആയിരുന്നു, അയാളെ മൈൻഡിലുള്ള ഇമാജിനേഷൻ ആയിരുന്നു അയാൾ വരച്ചിരുന്നത്, അല്ലാതെ റിയലിസ്റ്റിക് ഡിപ്പിക്ഷൻ ഓഫ് നേച്ചർ അല്ല ചെയ്തത് അയാൾ. ഓക്കെ, സോ കൺസെപ്ഷ്യലൈസേഷൻ അല്ലെങ്കിൽ ജനറലൈസേഷൻ, അതാണ് ഇതിൻ്റെ സിനോണിം എന്നുള്ളത്. കോൺക്രീറ്റ്നെസ് ഓർ സ്പെസിഫിസിറ്റി. കോൺക്രീറ്റ്നെസ് ഓർ സ്പെസിഫിറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ അതേപോലെ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെ ചെയ്യുന്നത്, അതാണ് ഇത് പറയുന്നത് ആന്റോണിം. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലഗ്രേഷൻ. കോൺഫ്ലഗ്രേഷൻ ലിറ്ററലി മീൻ ചെയ്യുന്നത് വൈൽഡ് ഫയർ ആണ്. വൈൽഡ് ഫയർ ആണ്, ഭയങ്കര ഹൊറിഫിക് ആയിട്ടുള്ള വൈൽഡ് ഫയറിനാണ് നമ്മൾ കോൺഫ്ലഗ്രേഷൻ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് മെറ്റഫോറിക്കൽ സെൻസിനൊരു അർത്ഥമുണ്ട്. നമ്മൾ വയലൻ്റ് ആയിട്ടുള്ള വാർ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിനെ നമ്മൾ എന്ത് പറയും? കോൺഫ്ലഗ്രേഷൻ എന്ന് പറയും. സോ ഫയർ ഭയങ്കര വയലൻ്റ് ആണ്, അതുപോലെ തന്നെ വാറിലും വയലൻസ് ഉണ്ടെങ്കിൽ, എക്സ്ട്രീം ലെവൽ വയലൻസ് ഉണ്ടെങ്കിൽ, then you will say then it's a conflagration. Okay, so the forest was engulfed in a massive conflagration that lasted for days. So അതിൻ്റെ ഒറിജിനൽ മീനിങ് വെച്ചിട്ടാണ് പറഞ്ഞിങ്ങനെ. എന്താണ്? വൈൽഡ് ഫയർ ഉണ്ടായി, അത് ദിവസങ്ങൾ നീണ്ടുപോയി. ഓക്കെ, അതിൻ്റെ സിനോണിംസ് എന്ന് പറയുന്നത് ഇൻഫെർണോ. ഇൻഫെർണോ റിലേറ്റഡ് ടു ഫയർ ആണ്. ബ്ലേസ്. ആന്റോണിം എന്ന് പറയുന്നത് കാം ആൻഡ് ട്രാങ്ക്വിലിറ്റി. ഓക്കെ, ഫയറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഫയർ നമ്മൾ കാംനെസ്സിൻ്റെ ഓപ്പോസിറ്റാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പൊറാഡിക്. സ്പൊറാഡിക് എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോ ഇല്ലാതെ അൺസർട്ടൺ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ sporadic. So basically something that occurs irregularly or at random intervals without a consistent pattern. ഒരു പ്രോപ്പർ പാറ്റേൺ ഇല്ലാതെ റാൻഡമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന സ്പൊറാഡിക്. നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് KSEBക്കാർ ചെയ്യുന്നത് ഒരു സ്പൊറാഡിക് സംഭവമാണ്. ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഓൺ ചെയ്യും, 10 സെക്കൻഡിൽ ഓഫ് ചെയ്യും, പിന്നെ അടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഓൺ ചെയ്യും, 2 സെക്കൻഡിൽ ഓൺ വരും, തോന്നും പോലെ തോന്നും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഈസ് എ സ്പൊറാഡിക് നേച്ചർ ഓഫ് KSEB ഹിയർ. സോ ദ റീജിയൻ എക്സ്പീരിയൻസസ് സ്പൊറാഡിക് റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. സോ ഈ റീജിയൻ എന്താണ്? ഇതേപോലെ ഇറഗുലർ ആയിട്ടുള്ള റെയിൻഫോൾസ് ഒരു വർഷം മുഴുവനും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒക്കേഷണൽ, ഇൻഫ്രീക്വൻറ്റ്. സിനോണിംസ്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ റെഗുലർ ആൻഡ് കൺസിസ്റ്റൻറ്റ്. ഞാൻ ഓൾറെഡി മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സിനോണിംസ് വീണ്ടും അതേ അർത്ഥമാണ്. സോ ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് അഗൈൻ. ഇത് നിങ്ങൾ കാണാപ്പാടെ പഠിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുകയോ ചെയ്യേണ്ടതാണ്. ഒക്കേഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംഭവം. യെസ്, അതുപോലെ ഇൻഫ്രീക്വൻറ്റ്, ഫ്രീക്വൻറ്റ് അല്ലാത്ത സംഭവം, അത് തന്നെയാണ് സ്പൊറാഡിക്, കുറച്ചുകൂടെ വലിയൊരു ലെവലിൽ യൂസ് ചെയ്യുന്ന വേർഡ്. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ്. സോ ഇന്നത്തേക്ക് ഇത്രയും തന്നെയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇനിയും കുറച്ച് വേർഡ്സ് ആയിട്ട് വരും. സോ താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.